ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് ആൻഡ് ലൂസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ വിൻഗയാണ് ഇന്നത്തെ താരം. ഒത്തിരി പേര് എന്നോട് ചോദിച്ച ഒരു പ്ലാന്റാണ് കേട്ടോ വിൻഗ പ്ലാന്റ്. എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോസൊക്കെ ഇട്ട സമയത്ത് അതിൻ്റെ സീഡും അതുപോലെ തന്നെ പ്ലാന്റും ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന കുറേ വിൻഗ ചെടികളുണ്ട് കേട്ടോ. നമുക്ക് 13 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ബ്ലാക്ക് മൂണും ഉൾപ്പെടുന്നു കേട്ടോ. ബ്ലാക്ക് മൂണൊക്കെ ഒത്തിരി പേര് ചോദിച്ചൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ സീഡൊക്കെ ഇട്ട് മുളപ്പിക്കാനൊക്കെ പാടുപെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ചെടി വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഒത്തിരി പൂക്കൾ, എല്ലാ സീസണിലും ഇതിൽ ഫ്ലവർ ഉണ്ട്, എന്നാലും ഈ ഒരു സീസണിലൊക്കെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പ്ലാന്റിന്. നമ്മുടെ ബാൾസം അതുപോലുള്ള പ്ലാന്റ്സിൻ്റെ ആ ഒരു കെയറിംഗ് ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഈ പ്ലാന്റ് ഉണ്ടോ സീഡുണ്ടോ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കളേഴ്സാണുള്ളത്, 13 കളേഴ്സുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ കൊറിയർ ചാർജും. പിന്നെ ബ്ലാക്ക് മൂണിന് വരുന്നത് 100 രൂപയാണ്. പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറൊക്കെയാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ വാട്സപ്പിൽ വരുവാണെങ്കിൽ ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും കളറൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റാണ് നമ്മുടെ വിൻഗ ചെടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാ വിൻഗ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് സീഡിട്ട് മുളപ്പിച്ചെടുത്ത പ്ലാന്റാണ് കേട്ടോ. സീഡിട്ട് മുളപ്പിച്ച് ഈ ഒരു സൈസിലാക്കിയ പ്ലാന്റാണ്. ഇനിയിപ്പോൾ ഇതിൽ സീഡാവുന്ന സമയത്ത് ആ സീഡ് എടുത്തിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അധികം കെയറിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയായിട്ട് നല്ലതുപോലെ ഇണങ്ങിച്ചേർന്ന പ്ലാന്റ് ആയിരിക്കും ഇത്. അതുകൊണ്ട് പെട്ടെന്ന് പ്ലാന്റ്സിന് ചീച്ചിലോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്ലാന്റിൻ്റെ സൈസും അതുപോലെ കളേഴ്സും ഒക്കെ ഇട്ട് തന്നിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സൊക്കെ അയക്കുന്നത്. ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് അങ്ങനെയൊക്കെ പാടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പ്ലാന്റ്സ് താമസിച്ചൊക്കെ എത്തുന്നുവെങ്കിൽ പ്ലാന്റ്സ് ചീത്തയാവാനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.